നെറ്റ്വർക്ക് ലെയർ വരും. നമുക്കിപ്പോൾ കാണുന്ന ഇപ്പോഴത്തെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഫിസിക്കൽ ലെയർ ഏറ്റവും താഴെ വരും. ഫിസിക്കൽ ലെയറിനെ പറ്റിയാണ് നമ്മൾ ഈ സെക്കൻഡും തേർഡ് മൊഡ്യൂളിൽ ഫിസിക്കൽ ലെയറിനെ പറ്റിയാണ് പഠിച്ചത്. ഇനി അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ, ഫിസിക്കൽ ട്രാൻസ്മിഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് പഠിച്ചത്. എന്നിട്ട് അത് ഏത് മീഡിയത്തിൽ കൂടെ നടക്കുന്നു, മീഡിയത്തിനെ പറ്റി, ആ ഫിസിക്കൽ മീഡിയത്തിനെ പറ്റി തേർഡ് മൊഡ്യൂളിൽ പഠിച്ചു. ഇനി ഫോർത്ത് മൊഡ്യൂളിൽ ഡാറ്റ ലിങ്ക് ലെയറിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. നമ്മൾ സെൻറ്ററിൽ നിന്ന് ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് പോകുന്നു. ഡാറ്റ ലിങ്ക് ലെയറിൽ നിന്ന് നേരെ അടുത്ത ഒരു ഡിവൈസ്, ഒരു നെറ്റ്വർക്ക് ഉണ്ടാകുക. ഇതൊരു ജംഗ്ഷൻ പോലെയാണ്. ഒരു ജംഗ്ഷനിൽ വന്നിട്ട് അതിൻ്റെ ഡാറ്റ ലിങ്ക് ലെയർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. വീണ്ടും അവിടുന്ന് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു, അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെ ഡാറ്റ ലിങ്ക് ലെയറിൽ എത്തുന്നു. ഡാറ്റ ലിങ്ക് ലെയർ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സെൻറ്ററിൻ്റെ സൈഡിലെ ഡാറ്റ ലിങ്ക് ലെയർ എന്ത് ചെയ്യുന്നോ അതിൻ്റെ നേരെ റിവേഴ്സ് ആയിരിക്കും ഇവിടുത്തെ ഡാറ്റ ലിങ്ക് ലെയർ നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ കിട്ടിയേക്കുന്ന ലെറ്റർ മടക്കി ഒരു എൻവലപ്പിനകത്ത് ഇടുക എന്നുള്ളതാണ് സെൻറ്റർ സൈഡിലെ ഡാറ്റ ലിങ്ക് ലെയർ ചെയ്യുന്നതെങ്കിൽ റിസീവർ സൈഡിലെ ഡാറ്റ ലിങ്ക് ലെയർ എന്തായിരിക്കും ചെയ്യുന്നത്? ആ എൻവലപ്പ് പൊട്ടിച്ച് അതിൽ നിന്ന് ലെറ്റർ പുറത്തെടുക്കുക എന്നുള്ള പണിയായിരിക്കും തിരിച്ച് മറ്റേ റിസീവർ സൈഡിലെ ഡാറ്റ ലിങ്ക് ലെയർ ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ അതാണ് ഡാറ്റ ലിങ്ക് ലെയറിനെ പറ്റിയുള്ള. പിന്നെ ഈ ചാപ്റ്ററിൽ കുറേ കാര്യങ്ങൾ. ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എറർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റയിൽ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ ആ എററിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള പണിയാണ് ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ പ്രധാന പണി. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. സ്ക്രീൻ കാണാമല്ലോ അല്ലേ? എറർ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പിൽ എറർ വരും. എറർ വരാനുള്ളതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇൻ്റർഫറൻസ് ആണ്. വെന്നെവർ ബിറ്റ് ഫ്ലോ ഫ്രം വൺ പോയിന്റ് ടു അനദർ ദേ ആർ സബ്ജക്റ്റ് ടു അൺപ്രഡിക്റ്റബിൾ ചേഞ്ചസ് ബിക്കോസ് ഓഫ് ഇൻ്റർഫറൻസ്. ഇൻ്റർഫിയറൻസ് കാരണം, ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തുനിന്ന് ഒരാൾ നമ്മളെ ശല്യപ്പെടുത്തുക. ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നോർമലായിട്ട് മര്യാദയ്ക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുമായിരുന്നു, അല്ലെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു കടയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണ്? ഒരു ഇൻ്റർഫിയറൻസ് ആണ്. അമ്മ പറഞ്ഞു കടയിൽ പോയി സാധനം മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു ഇൻ്റർഫിയറൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർഫിയറൻസ് വരുമ്പോഴാണ് സാധാരണഗതിയിൽ എറർ വരുന്നത്. അതാണ് ഫസ്റ്റ് ലൈനിൽ പറയുന്നത്. അതാണ്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കാണുന്നവർ. അപ്പോൾ ഇൻ്റർഫിയറൻസ് എന്താണെന്ന്. ഇനി നമ്മൾ എററിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് സിംഗിൾ ബിറ്റ് എറർ, രണ്ടാമത്തേത് ബേസ്റ്റ് എറർ. സിംഗിൾ ബിറ്റ് എറർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിലുള്ളതുപോലെ തന്നെ ഇറ്റ് ഈസ് എ സിംഗിൾ ബിറ്റ് എറർ. ഒരു ബിറ്റിന് മാത്രമേ എറർ വന്നിട്ടുള്ളൂ. ഒരു ബിറ്റിന് എറർ വരിക എന്ന് പറഞ്ഞാൽ എന്താ? എറർ എന്ന് പറഞ്ഞാൽ ഇതിന് മാത്രം വലിയ പ്രശ്നമൊന്നും വരാനില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എറർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു 1 0 ആയിട്ട് റിസീവ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു 0 1 ആയിട്ട് റിസീവ് ചെയ്യുകയോ ചെയ്യുന്നതാണ് എറർ എന്ന് പറയുന്നത്, അല്ലേ? സാധാരണ ഡിജിറ്റൽ ട്രാൻസ്മിഷനിൽ 0യും 1 ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 1 ട്രാൻസ്മിറ്റ് ചെയ്തത് 0 ആയിപ്പോയ എററാണ്, 0 ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് 1 ആയിപ്പോയ എററാണ്, അല്ലേ? ആണല്ലോ. അപ്പോൾ അതാണ് സിംഗിൾ ബിറ്റ് എറർ എന്ന് പറയുന്നത്. സിംഗിൾ ബിറ്റ് എറർ. അപ്പോൾ ഒരു ബിറ്റ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക, ഒരു പാക്കറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പാക്കറ്റിനകത്ത് ഒരു ബിറ്റ് മാത്രം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് സിംഗിൾ ബിറ്റ് എറർ എന്ന് പറയും. ഇനി രണ്ടാമത്തെ ടൈപ്പ് എറർ എന്ന് പറയുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. മീൻസ് ദാറ്റ് ഓൺലി 1 ബിറ്റ് ഓഫ് ദ ഗിവൺ ഡാറ്റ യൂണിറ്റ് 1 ബിറ്റ് എറർ ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. ചേഞ്ച് ഫ്രം 1 to 0 or 0 to 1. ഇനി രണ്ടാമത്തെ ടൈപ്പ് ബേസ്റ്റ് എറർ എന്ന് പറയുന്നതാണ് ഒന്നിൽ കൂടുതൽ, അതായത് ഒരു ബിറ്റിൽ കൂടുതൽ. എത്ര വേണമെങ്കിലും ആവാം, മുഴുവൻ തെറ്റാവാം, ചിലപ്പോൾ രണ്ടെണ്ണം മാത്രമേ തെറ്റുള്ളാവാം. 2 എണ്ണം തെറ്റുണ്ടെങ്കിൽ മുഴുവൻ തെറ്റാണെങ്കിൽ അതിന് ബേസ്റ്റ് എറർ എന്ന് പറയും. ബേസ്റ്റ് എറർ വിച്ച് മീൻസ് ദാറ്റ് 2 or more bits in the data unit have been changed. ഡാറ്റ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു യൂണിറ്റായിട്ട്, ഡാറ്റ ലിങ്ക് ലെയർ ഒരു യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനാണ് അങ്ങനെ പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ. അപ്പോൾ എറർ ഇതിപ്പം ഇവിടുന്ന് സെൻഡ് ചെയ്യുന്ന ഒരു പാക്കറ്റാണ് ഈ കാണിച്ചേക്കുന്നത്. ഇത് ഈ ഡാറ്റ ട്രാൻസ്മിറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേസിൽ പറഞ്ഞാൽ ഒരു ഡാറ്റ യൂണിറ്റ് എന്ന് പറയുന്ന സാധനം. ഈ ഡാറ്റ യൂണിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ ഇവിടെ കണ്ടോ, എല്ലാം അങ്ങനെ തന്നെ വന്നു. റിസീവർ എൻഡിൽ അങ്ങനെ തന്നെ വന്നു. ഈ 0 മാത്രം 1 ആയിട്ട് വന്നു. അപ്പോൾ അത് സിംഗിൾ ബിറ്റ് എററാണ്. ഇനി നമ്മൾ വേറൊരെണ്ണം ഡാറ്റ സെൻഡ് ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഒരു ഡാറ്റ സെൻഡ് ചെയ്തപ്പോഴത്തേക്കും മിക്കതും കറക്റ്റായിട്ട് വന്നു. പക്ഷേ ഒരു 1 2 3 4 എണ്ണം മാത്രം തിരിച്ചു വന്നു. 0 ട്രാൻസ്മിറ്റ് ചെയ്തത് 1 ആയിട്ടും 1 ട്രാൻസ്മിറ്റ് ചെയ്തത് 0 ആയിട്ടും വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെന്താണ്? ബേസ്റ്റ് എറർ എന്ന് പറയും. ബേസ്റ്റ് എറർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പൊട്ടിത്തെറി എന്നാണ് അതിൻ്റെ അർത്ഥം.
ബേസ്റ്റ് എറർ. ഒരു പൊട്ടിത്തെറിയിലൂടെ എറർ സംഭവിച്ചാൽ ഒന്നിൽ കൂടുതൽ ഒരു സ്ഥലത്ത് മാത്രമായിരിക്കുമല്ലോ തെറ്റ് വരുന്നത്. അപ്പം മോസ്റ്റ്ലി സിംഗിൾ ബിറ്റ് എറർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവാറില്ല. സാധാരണഗതിയിൽ എറർ ഉണ്ടാകുവാണെങ്കിൽ നല്ല ഗ്രാൻഡായിട്ട് അടിപൊളിയായിട്ട് ഒരു 5-6 സ്ഥലത്ത് എറർ ഉണ്ടാവും. അല്ലാതെ ഒരെണ്ണം മാത്രമായിട്ടൊന്നും ഒരിക്കലും തെറ്റിപ്പോകാറില്ല എന്നാണ് അടുത്ത ലൈനിൽ പറയുന്നത്. കാരണം എന്താണ്, ഒരു എറർ വരണമെങ്കിൽ അതിൻ്റെ കാരണം എവിടെയെങ്കിലും ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടായതാണ്. ആ ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നത് കൃത്യം ഒരു ബിറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് മാത്രം ഉണ്ടാകത്തില്ലല്ലോ, അതൊരു പീരീഡ് ഓഫ് ടൈമിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ബേസ്റ്റ് എറർ ആയിരിക്കും കോമൺ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ താനേ. ഇനി റിഡൻഡൻസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്ന്, ഇൻ്റർഫറൻസ് എന്താണെന്ന് പഠിച്ചു. ഇൻ്റർഫറൻസ് കാരണം എറർ ഉണ്ടാവുമെന്ന് പഠിച്ചു. എറർ 2 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു, സിംഗിൾ ബിറ്റ് എററും ബേസ്റ്റ് എററും. അടുത്തത് റിഡൻഡൻസി. റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് എറർ ഡിറ്റക്റ്റ് ചെയ്യണം. അപ്പോൾ എറർ ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്, മനുഷ്യനല്ലേ, അബദ്ധം പറ്റും, തെറ്റ് പറ്റും. ആ തെറ്റ് പറ്റിയാൽ അത് തിരുത്താനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ആ തിരുത്താൻ വേണ്ടിയിട്ട് നമ്മളിൽ കുറച്ച് കാര്യങ്ങൾ വേണം. അതെങ്കിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റയിൽ എറർ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അഡീഷണൽ ഡാറ്റ കൂടെ നമ്മൾ അതിൻ്റെ കൂടെ കയറ്റി വിടും. അതിന് റിഡൻഡൻസി എന്ന് പറയും. അതായത് അത് ആക്ച്വലി ഡാറ്റയല്ല, പക്ഷേ ഡാറ്റയിൽ എറർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ടു ബി ഏബിൾ ടു ഡിറ്റക്ട് ഓർ കറക്റ്റ് എറേഴ്സ് വി നീഡ് ടു സെൻഡ് സം എക്സ്ട്രാ ബിറ്റ്. അപ്പോൾ ഇങ്ങനെ ഡെഫിനിഷൻ ഇങ്ങനെ എഴുതിയാൽ മതി. ടു ബി ഏബിൾ ടു ഡിറ്റക്ട് ഓർ കറക്റ്റ് സം എറേഴ്സ് വി നീഡ് ടു സെൻഡ് സം എക്സ്ട്രാ ബിറ്റ്സ് വിത്ത് അവർ ഡാറ്റ വിച്ച് ഈസ് കോൾഡ് റിഡൻഡൻറ്റ് ബിറ്റ്സ്. അങ്ങനെ എഴുതുക, വിച്ച് ഈസ് കോൾഡ് റിഡൻഡൻറ്റ് ബിറ്റ്സ് എന്ന് ഇതിൻ്റെ കൂടെ എഴുതുക. വിച്ച് ഈസ് കോൾഡ് റിഡൻഡൻറ്റ് ബിറ്റ്സ്. വിച്ച് ഈസ് കോൾഡ് റിഡൻഡൻറ്റ് ബിറ്റ്സ്. To be able to detect or correct errors, we need to send some extra bits with our data, which is called redundant bits. These redundant bits are added by the sender and removed by the receiver. അപ്പോൾ ഇതെന്താണ്, സെൻഡർ സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ റിഡണ്ടൻറ്റ് ബിറ്റ്സ് ആഡ് ചെയ്തിട്ട് വിടും. എന്തിനു വേണ്ടിയിട്ട്? എറർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. റിസീവർ സൈഡിൽ റിസീവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവൻ ഇത് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. എന്ത്? ഈ സാധനം എറർ ഉണ്ടെങ്കിൽ എറർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ എറർ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആ ബിറ്റ് അങ്ങ് ഡിലീറ്റ്, നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തത്, അതായത് എറർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലേ ആഡ് ചെയ്തത്. എറർ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ ആഡ് ചെയ്തെങ്കിൽ അവൻ്റെ പ്രസക്തി എത്ര നേരമുണ്ട്? ആ എറർ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നിടം വരെ അവന് പ്രസക്തിയുള്ളൂ. അപ്പോൾ അത്രയും നേരത്തേക്ക് അവനുള്ളൂ. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവൻ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ അതിനാണ് റിഡൻഡൻസി എന്ന് പറയുന്നത്. റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതെന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ഇങ്ങനെ എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വെറുതെ അഡീഷണൽ ആയിട്ട് ഇടുന്നതുകൊണ്ട് റിഡൻഡൻസി എന്ന് പറയും. അപ്പോൾ നമ്മൾ എറർ ഡിറ്റക്ഷനും കറക്ഷനും ഉണ്ട്. അതാണ് അടുത്ത ടോപ്പിക്ക് വരുന്നത്. അതിൻ്റെ പേരിൽ തന്നെ അറിയാം. ഡിറ്റക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടുപിടിക്കുക. എറർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. കറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് ചെയ്യുക. എറർ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. അപ്പോൾ എറർ ഡിറ്റക്ഷനും കറക്ഷനും ഇതിൻ്റെ നമ്മുടെ ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ ഏറ്റവും പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷനാണ്. അപ്പോൾ ഫിസിക്കൽ ലെയർ എന്താണ് ചെയ്യുന്നത്? ഫിസിക്കൽ ലെയർ 0ഉം 1ഉം ആയിട്ട് ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ കിട്ടുന്ന ഡാറ്റയിൽ എറർ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക എന്നുള്ളതാണ് അതിൻ്റെ തൊട്ട് മേളിലിരിക്കുന്ന ലെയറിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ തൊട്ട് മേളിലിരിക്കുന്ന ലെയർ എറർ ഉണ്ടോ ഇല്ലയോ നോക്കുക എന്നാണ് ഫംഗ്ഷൻ എങ്കിൽ സെൻറ്ററിൻ്റെ സൈഡിൽ എന്ത് ചെയ്യും? എറർ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവൻ സെൻറ്ററിൻ്റെ സൈഡിൽ ആഡ് ചെയ്യും. റിസീവർ എൻഡിൽ അവൻ എന്ത് ചെയ്യും? റിസീവർ എൻഡിൽ ഈ ആഡ് ചെയ്തേക്കുന്ന ഡാറ്റ വെച്ച് അവൻ എറർ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കും. എറർ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ എറർ ഉണ്ടെങ്കിൽ തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തും, ഇല്ലെങ്കിൽ അത് എറർ ഉണ്ടെന്ന് അവൻ റിപ്പോർട്ട് ചെയ്യും. അത്രയാണ് ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷനിൽ ചെയ്യുന്നത്. ഒന്ന് വായിച്ച് നോക്കിക്കോളാം. കറക്ഷൻ ഓഫ് എറേഴ്സ് ഈസ് മോസ്റ്റ് ഡിഫിക്കൽട്ട് ദാൻ ദ ഡിറ്റക്ഷൻ. കറക്ഷൻ ഒബ്വിയസ്ലി നമുക്ക് തെറ്റുണ്ടോ ഇല്ല, ഒരാളുടെ കുറ്റം കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. നീ അത് ചെയ്തത് ശരിയായില്ല, നീ ഇത് ചെയ്തത് ശരിയായില്ല, നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, 100 കണക്കിന് കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരെണ്ണം നമ്മുടെ ഒരു കുറ്റം തിരുത്താൻ എളുപ്പമാണോ? അല്ലല്ലോ. എന്ന് പറഞ്ഞാൽ തന്നെ എറർ മോർ ഡിഫിക്കൽട്ട് ദാൻ ഡിറ്റക്ഷൻ. കറക്ഷൻ മോർ ഡിഫിക്കൽട്ടാണ്. നമുക്ക് ആരുടെ വേണമെങ്കിലും കുറ്റം പറയാം, പക്ഷേ സ്വയം തിരുത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതാണ് എറർ കറക്ഷൻ. വി നീഡ് ടു എക്സ്ട്രാക്ട് നമ്പർ. എറർ കറക്ഷൻ എന്ന് പറഞ്ഞാൽ എറർ തിരുത്തണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എത്ര ബിറ്റിൽ തെറ്റുണ്ടെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ഓരോ ബിറ്റിൽ എന്താണ് തെറ്റെന്നും കണ്ടുപിടിക്കണം. എന്താണെന്ന് തെറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഏതൊക്കെ ബിറ്റിൽ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ അവിടെ തിരുത്താൻ എളുപ്പമാണ്. എന്തുകൊണ്ടാണ്? ഒരു ബിറ്റിൽ തെറ്റാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ന ബിറ്റിൽ വന്നേക്കുന്ന ഇന്ന പൊസിഷനിൽ വന്നേക്കുന്ന ബിറ്റ് തെറ്റാണ്, അല്ലെ ഡാറ്റ തെറ്റാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അവിടെ 0 ആയിരുന്നെങ്കിൽ 0 ആണ് നമുക്ക് വന്നിരുന്നതെങ്കിൽ ആക്ച്വലി അവിടെ 1 ആയിരുന്നു വരേണ്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. 1 ആണ് കിട്ടിയതെങ്കിൽ ആക്ച്വലി 0 ആയിരുന്നു വരേണ്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി കോഡിങ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓറിയൻറ്റഡ് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ കോഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എഴുതുക എന്നുള്ളതാണ്. ഇതിലെ കോഡിംഗ് അങ്ങനെയല്ല. ഇതിന് നമ്മൾ
റിഡൻഡൻസി എന്ന് പറയുന്ന കുറച്ച് റിഡൻഡൻറ്റ് ബിറ്റ്സ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് റിഡൻഡൻറ്റ് ബിറ്റ്സ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ റിഡൻഡൻറ്റ് ബിറ്റ്സ് ആഡ് ചെയ്യുന്ന പരിപാടിക്കാണ് കോഡിംഗ് എന്ന് പറയുന്നത്. കോഡിംഗ് അപ്പോൾ നമ്മൾ നമ്മുടെ ഡാറ്റ കോഡ് ചെയ്യുവാണ്, എൻകോഡ് ചെയ്യുവാണ്, എൻകോഡ് ചെയ്ത് വെക്കുവാണ്. Redundancy is achieved through various coding schemes. Redundancy is achieved through various coding schemes. The sender adds redundant bits through a process called relationship between redundant radio. Okay. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്നതിനെ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് കോഡിങ്ങും കൺവല്യൂഷൻ കോഡിങ്ങും. ഇതിൽ ബ്ലോക്ക് കോഡിങ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. കൺവല്യൂഷൻ കോഡിങ് ഈ ടെക്സ്റ്റിൽ തന്നെ അവർ പറയുന്നില്ല, നമ്മുടെ സിലബസിലും പറയുന്നില്ല. അപ്പോൾ കോഡിങ് രണ്ട് തരത്തിലുണ്ട്, ബ്ലോക്ക് കോഡിങ്ങും കൺവല്യൂഷൻ കോഡിങ്ങും മനസ്സിലാക്കുക. കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിലുള്ള ഡാറ്റയിൽ എറർ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് അഡീഷണൽ ബിറ്റ്സിനെ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റിഡൻഡൻറ്റ് ബിറ്റ്സിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് കോഡിംഗ് എന്ന് പറയുന്നത്. The process of adding redundant bits, ഒന്ന് എഴുതിയെടുത്തോ കേട്ടോ. The process of adding redundant bits. The process of adding redundant bits. The process of adding redundant bits into the data so as to detect and correct errors. So as to detect or correct errors is called coding. So as to detect or correct errors is called coding. അതിൽ ബ്ലോക്ക് കോഡിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, കൺവല്യൂഷൻ കോഡിംഗ് പഠിക്കാനില്ല. ബ്ലോക്ക് കോഡിങ്ങിലേക്ക് പോവാം. ബ്ലോക്ക് കോഡിങ്ങിൽ ചെയ്യുന്നത് വി ഡിവൈഡ് അവർ മെസ്സേജ് ഇൻ ടു ബ്ലോക്സ് ഈച്ച് ഓഫ് കെ ബിറ്റ്സ്. കെ ബിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും, കോൾഡ് ഡാറ്റ വേർഡ്സ്. അപ്പോൾ നമുക്കൊരു വലിയ മെസ്സേജ് ഉണ്ട്. അപ്പോൾ ബ്ലോക്ക് കോഡിങ്ങിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി ചിലപ്പോൾ 100 കണക്കിന് ബിറ്റ് ഉണ്ടാവും. അതിനെ നമ്മൾ കെ ബിറ്റ് വീതമായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഡാറ്റ ലിങ്ക് ലെയറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പാക്കറ്റിലേക്ക് ഡിവൈഡ് ചെയ്യും. നമുക്കൊരു വലിയ കൊറിയർ അയക്കണമെങ്കിൽ നമ്മൾ ആ കൊറിയറിനെ ചിലപ്പോൾ ഡിവൈഡ് ചെയ്ത് പല പാർട്സായിട്ട് അയക്കുന്നുണ്ടാവും. അതിനാണ് നമ്മൾ ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, ഇൻറ്റു കെ ബിറ്റ്സ്. അപ്പോൾ അതിലെ ഓരോന്നിനും ഡാറ്റ വേർഡ് എന്നാണ് പറയുന്നത്. ഡാറ്റ വേർഡ്, ഡാറ്റ ലിങ്ക് ലെയർ പ്രോസസ്സ് ചെയ്യുന്ന ഓരോ വേർഡിനും ഡാറ്റ വേർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കെ ബിറ്റുകൾ വീതം ഉണ്ടാവും. ഈ ഓരോ കെ ബിറ്റിലേക്കും നമ്മൾ 6 ബിറ്റ്സ് ആഡ് ചെയ്യും, റിഡൻഡൻറ്റ് ബിറ്റ്സ് ആഡ് ചെയ്യും. R എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ R. വി ആഡ് റിഡൻഡൻറ്റ് ബിറ്റ്സ് ടു ഈച്ച് ബ്ലോക്സ് ടു മേക്ക്. അപ്പോൾ ഓരോ ബ്ലോക്കിലും എത്രയായി? കെ ബിറ്റ്സ് ആക്ച്വൽ ഡാറ്റ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു 6 ബിറ്റ് റിഡൻഡൻറ്റ് ബിറ്റും ആഡ് ചെയ്തു. അപ്പോൾ ആ കെ പ്ലസ് R എന്ന് പറയുന്നത് n ആണെന്ന് വിചാരിക്കുക. ദ റിസൾട്ടൻറ്റ് n ബിറ്റ് ബ്ലോക്സ് ഈസ് കോൾഡ് കോഡ് വേർഡ്. അപ്പോൾ കോഡിങ്, നമ്മുടെ ഡാറ്റ വേർഡ് എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കോഡ് ആഡ് ചെയ്യുന്നതിനാണ്, ഒരു എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് റിഡൻഡൻറ്റ് ബിറ്റ്സ് ആഡ് ചെയ്യുന്നതിനാണ് കോഡിംഗ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന അങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന സാധനത്തിന് കോഡ് വേർഡ് എന്ന് പറയും. ക്ലിയർ ആണോ? ഹൗ ദ എക്സ്ട്രാ R ബിറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ഈ 6 ബിറ്റ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. 6 ബിറ്റ് എന്ന് പറഞ്ഞാൽ 1, 2, 3 എത്ര വേണമെങ്കിലും ആവാം. ആ 6 ബിറ്റ് എങ്ങനെ ആഡ് ചെയ്യും എന്നുള്ളത് നമ്മുടെ ഒരു പല രീതിയിൽ ആഡ് ചെയ്യാം. എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് പല കാര്യങ്ങളുണ്ട്, അത് ഏതെങ്കിലും രീതിയിൽ ആഡ് ചെയ്യാം. പിന്നെ ഒരു പ്രത്യേകത ഉള്ള എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ എക്സാമ്പിൾ കാണിക്കാം. ഇതാ, നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഡാറ്റ വേർഡ് ഇതാണെന്ന് വിചാരിക്കുക. 00011011. അതായത് നമ്മുടെ കെ എന്ന് പറയുന്നത് ഈ കേസിൽ 2 ആണ്. 2 ബിറ്റ് വീതമാണ് ഡാറ്റ ലിങ്ക് ലെയർ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡാറ്റ വേർഡ് എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അയക്കാൻ പറ്റുന്ന 2 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയുണ്ട്? 00011011. അത്രയല്ലേ ഉള്ളൂ. ആ 00 ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു റിഡൻഡൻറ്റ് ബിറ്റ് ആഡ് ചെയ്യും. റിഡൻഡൻറ്റ് ബിറ്റ് ആഡ് ചെയ്യുന്നത് ഒരു ആഡ് ചെയ്ത്, ഇപ്പം 00 ആണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത ബിറ്റ് 0 ആണെന്ന് വിചാരിക്കുക. 01 ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത ബിറ്റ് 1 ആണെന്ന് വിചാരിക്കുക. 10 ആണെങ്കിൽ 1 ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. 11 ആണെങ്കിൽ 0 ആഡ് ചെയ്തു. അപ്പം ഇതാണ് നമ്മുടെ ഡാറ്റ, പക്ഷേ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഇതാണ് നമ്മുടെ ഡാറ്റ, പക്ഷേ ഇത് സെൻഡ് ചെയ്യുന്ന ഇതായിരുന്നു നമ്മുടെ ഡാറ്റ എങ്കിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഇതായിരിക്കും. ഇതാണെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഇതായിരിക്കും. ഓക്കെ. ഈ 4 ബിറ്റിൽ എത്ര നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? 4 ബിറ്റിൽ എത്ര നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? അപ്പം നമ്മുടെ ഡാറ്റ വേർഡ് എന്ന് പറയുന്നത് 2 ബിറ്റാണ്. 2 ബിറ്റിൽ നമുക്ക് 4 വേർഡ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. കോഡ് വേർഡ് എന്ന് പറയുന്നത് 3 ബിറ്റാണ്. 3 ബിറ്റിൽ എത്ര റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും?
3 ബിറ്റിൽ നമുക്ക് 9 വേർഡ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആക്ച്വലി ആ 9-ൽ 4 എണ്ണമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലേ? ആണല്ലോ, അല്ലേ? ആ 4 എണ്ണമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ആ 4 എന്നുള്ളത് നമുക്ക് എവിടുന്ന് കിട്ടി? ഈ 9 എന്നുള്ളത് നമുക്ക് 2⁻3 നിന്നാണ് കിട്ടിയത്. കാരണം കോഡ് വേർഡ് 3 ബിറ്റാണ്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് കോഡ് വേർഡ്സ് പോസിബിൾ എന്ന് പറയുന്നത് 2⁻3 9 ആണ്. ഡാറ്റ വേർഡ് എന്ന് പറയുന്നത് 2 ബിറ്റിലാണ്. 2 ബിറ്റിൽ നമ്പർ ഓഫ് ഡാറ്റ വേർഡ്സ് പോസിബിൾ എന്ന് പറയുന്നത് 2⁻2 ആണ്. ഏതാ? അല്ല 8 ആണ്. സോറി, 2⁻3 8 ആണ്. 2⁻3 8 ആണ്. അപ്പോൾ ആ 8 2⁻3 എന്നുള്ളത് നമുക്ക് 8 കിട്ടി, 2⁻2 എന്നുള്ളത് 4 കിട്ടി. ആ 8ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 8 - 4. ആ 4 വേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് കോഡ് വേർഡിനകത്ത് 000 ഉണ്ട്. ഇത് കഴിഞ്ഞ് ശരിക്കും 3 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ അടുത്ത നമ്പർ വരുന്ന ഏതാ? 001 ആണ്, അല്ലേ? 001 വരും, അല്ലേ? 001 പക്ഷേ ഇതിനകത്തില്ല, കോഡ് വേർഡിൽ ഒരു സ്ഥലത്തും ഇല്ല. അപ്പോൾ റിസീവ് ചെയ്യുന്ന എൻഡിൽ 001 വന്ന എന്താ അർത്ഥം? തെറ്റാണെന്നല്ലേ അർത്ഥം? റിസീവ് ചെയ്ത ഡാറ്റ തെറ്റാണെന്നല്ലേ അർത്ഥം? നമ്മുടെ കണക്ക് പ്രകാരം കോഡ് വേർഡ്സ് ഇത്രയും മാത്രമേ വരാവുള്ളൂ. 00 ആണെങ്കിൽ ഇതായിരിക്കും കോഡ് വേർഡ് വരുന്നത്, 01 ആണെങ്കിൽ ഇതായിരിക്കും കോഡ് വേർഡ് വരുന്നത്, 10 ആണെങ്കിൽ ഇതായിരിക്കും വരുന്നത്, 11 ആണെങ്കിൽ ഇതായിരിക്കും വരുന്നത്. ഒരിക്കലും 001 എന്ന് പറയുന്ന ഒരു കോഡ് വേർഡ് വരാൻ പാടില്ല, അല്ലേ? അപ്പം 001 എന്ന് പറയുന്ന ഒരു കോഡ് വേർഡാണ് നമ്മൾ റിസീവ് ചെയ്തതെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് കിട്ടിയ ഡാറ്റ തെറ്റാണെന്നാണല്ലോ എറർ ഡിറ്റക്ട് ചെയ്തേ. അപ്പോൾ അതാണ് എറർ ഡിറ്റക്ഷൻ ടെക്നോളജി, ഒരു എറർ ഡിറ്റക്ഷൻ ടെക്നോളജി. ഓക്കെ, ഇതാണ് മേളിൽ പറഞ്ഞേക്കുന്നത്. ഇത് മാത്തമാറ്റിക്കലായിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് വായിച്ചാൽ മനസ്സിലാകാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഇത് പറഞ്ഞുതരാം. For a moment, it is important to know that we have a set of data words each of size k. നമ്മുടെ ഡാറ്റാ വേർഡിൻ്റെ സൈസ് k ബിറ്റാണ്. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ 2 ആണ്. ആൻഡ് ദ സെറ്റ് ഓഫ് കോഡ് വേർഡ്സ് ഈച്ച് ഓഫ് സൈസ് n ആണ്. n എന്ന് പറഞ്ഞാൽ 3 ആണ് നമ്മുടെ കേസിൽ, അല്ലേ? നമ്മൾ റിഡൻഡൻറ്റ് ബിറ്റ് ഒരെണ്ണമാണ് ആഡ് ചെയ്തത്. റിഡൻഡൻറ്റ് എറർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിറ്റാണ് ആഡ് ചെയ്തത്. അപ്പോൾ k2 + 1 3 ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ ബ്ലോക്കിൻ്റെ സൈസ്, കോഡ് ബ്ലോക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത്. With k bits, we can create a combination of 2⁻k words. k ആണ് നമ്മുടെ ഡാറ്റ വേർഡിൻ്റെ ലെങ്ത് k ആണെന്ന് പറഞ്ഞാൽ ശരിക്കും 2⁻k ഡാറ്റ വേർഡ്സ് നമുക്ക് പോസിബിൾ ആണ്, അല്ലേ? നമ്മുടെ ഡാറ്റ വേർഡിൻ്റെ ലെങ്ത് 2 ആയിരുന്നപ്പോൾ നമുക്ക് 4 ഡാറ്റ വേർഡ്സ് പോസിബിൾ ആണെന്ന് പറഞ്ഞു. With n bits, we can create a combination of 2⁻n. n എന്ന് പറയുന്നത് നമ്മുടെ കേസിൽ 3 ആണ്, കോഡ് വേർഡിൻ്റെ ലെങ്ത് 3 ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2⁻3 8 കോഡ് വേർഡ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ n എന്ന് പറയുന്നത് k-നെ കഴിഞ്ഞും വലുതാണ്. അതുകൊണ്ട് 2⁻n എന്ന് പറയുന്നത് 2⁻k കഴിഞ്ഞും വലുതായിരിക്കും. 2⁻n എന്ന് പറയുന്നത് നമ്മുടെ കേസിൽ എന്താണ്? 2⁻3 ആണ്. 2⁻k എന്ന് പറയുന്നത് 2⁻2 ആണ്. അപ്പോൾ 2⁻3 - 2⁻2 എന്ന് പറയുന്നത് കോഡ് വേർഡ്സ് ദാറ്റ് ആർ നോട്ട് യൂസ്ഡ്. അത്രയും കോഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായോ ഇപ്പോൾ? അപ്പോൾ ആ യൂസ് ചെയ്യുന്ന അല്ലാത്ത ഏതെങ്കിലും ആണ് വരുന്നതെങ്കിൽ അത് ഇൻവാലിഡ് അല്ലെങ്കിൽ ഇല്ലീഗലാണ്. അപ്പോൾ അത് തെറ്റാണെന്ന് അർത്ഥം. ദിസ് ട്രിക്ക് ഇൻ എറർ ഡിറ്റക്ഷൻ ഈസ് എക്സിസ്റ്റൻസ് ഓഫ് ദിസ് ഇൻവാലിഡ് കോഡ്സ്. വിൽ ഡിസ്കസ് നെക്സ്റ്റ്. അതാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാണ് ബ്ലോക്ക് കോഡിങ്ങിൽ പറഞ്ഞത്. ഇപ്പോൾ ബ്ലോക്ക് കോഡിങ്ങിൽ എന്താണ് വരുന്നത്? ബ്ലോക്ക് കോഡിങ്ങിൽ നമ്മൾ k ബിറ്റ് ഡാറ്റയുടെ കൂട്ടത്തിൽ 6 റിഡൻഡൻറ്റ് ബിറ്റ്സ് ആഡ് ചെയ്യും, കെയുടെ കൂട്ടത്തിൽ 6 ആഡ് ചെയ്യും. അപ്പോൾ കോഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് k + r = n എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ലെങ്ത്. അപ്പോൾ ഡാറ്റ വേർഡ്സ് ടോട്ടൽ പോസിബിൾ 2⁻k ആണ്, കോഡ് വേർഡ്സ് ടോട്ടൽ പോസിബിൾ 2⁻n ആണ്. അപ്പോൾ 2⁻n - 2⁻k എന്ന് പറയുന്നത്, അപ്പോൾ 2⁻n ശരിക്കും പോസിബിൾ ആണ്, പക്ഷേ 2⁻k മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 2⁻n-ൽ നിന്ന് 2⁻k കുറച്ചാൽ ബാക്കിയുള്ളതെല്ലാം ഇൻവാലിഡ് ആണ്. അത്രേ ഉള്ളൂ ബ്ലോക്ക് കോഡ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ PSCക്ക് ചോദ്യം വരുന്ന മേഖലകളാണ്. അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ടും ഇതായിട്ടും പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ധൈര്യമായിട്ട് ഡൗട്ട് ചോദിച്ചോ, ഒന്നും പേടിക്കേണ്ട. സാറിന് അറിയത്തില്ലായിരിക്കും എന്ന് ഓർത്ത് ഡൗട്ട് ചോദിക്കാതിരിക്കരുത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, സാറിന് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, പക്ഷേ സാറ് നോക്കിയിട്ട് പറഞ്ഞു തരും. അതുകൊണ്ട് ധൈര്യമായിട്ട് ചോദിച്ചോ. അതുപോലെ തന്നെ സാറിന് അറിയത്തില്ലെന്ന് പറയുന്നതിനകത്ത് യാതൊരു നാണക്കേടും ഇല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഡൗട്ട് ചോദിക്കുക കേട്ടോ. അപ്പോൾ എറർ ഡിറ്റക്ഷനിലേക്ക് പോവാം. എറർ ഡിറ്റക്ഷൻ. ഇപ്പോൾ എറർ ഡിറ്റക്ഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നല്ലോ, എറർ എങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു.
അപ്പോൾ എറർ ഡിറ്റക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? റിസീവ് ഹാസ് എ ലിസ്റ്റ് ഓഫ് വാലിഡ് കോഡ് വേർഡ്സ്. അപ്പോൾ റിസീവറുടെ കയ്യിൽ അറിയാം, ഓക്കെ ഇന്ന വേർഡുകൾ എനിക്ക് കിട്ടുള്ളൂ എന്ന് റിസീവർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ അല്ലാത്ത ഒരെണ്ണം കിട്ടിയ എറർ ആണല്ലോ. ദ ഒറിജിനൽ കോഡ് വേർഡ് ഹാസ് ചേഞ്ച് ടു ആൻ ഇൻവാലിഡ് വൺ. അങ്ങനെയാണെങ്കിൽ എറർ ഡിറ്റക്ട് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡാറ്റ വേർഡ് ഒരു ജനറേറ്ററിൽ കൂടെ കടന്നു പോയിട്ട് കോഡ് വേർഡായിട്ട്, അതായത് 6 റിഡൻഡൻറ്റ് ബിറ്റ്സ് ആഡ് ചെയ്യും, കോഡ് വേർഡായിട്ട് കിട്ടും. ആ കോഡ് വേർഡ് ട്രാൻസ്മിറ്റ് ചെയ്യും. ആ കോഡ് വേർഡ് ഇവിടെ വരുമ്പോൾ ഒരു ചെക്കറിനകത്തോട് ട്രാൻസ്മിറ്റ് ചെയ്യും. ചെക്കറിനകത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് വാലിഡ് ആണെങ്കിൽ അതിൻ്റെ റിഡൻഡൻറ്റ് ബിറ്റ്സ് ഡിസ്കാർഡ് ചെയ്തിട്ട് ബാക്കി ആക്ച്വൽ ഡാറ്റ മാത്രം മുകളിലേക്ക് കൊടുക്കും റിസീവർ സൈഡിൽ. ക്ലിയർ ആണോ ഈ ഫിഗർ? ആക്ച്വലി ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഡാറ്റ വന്നു, ഡാറ്റയുടെ കൂടെ എറർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കുറച്ച് ബിറ്റുകൾ ആഡ് ചെയ്തു. എന്നിട്ട് ആ ആഡ് ചെയ്ത ഫുൾ സാധനം ട്രാൻസ്മിറ്റ് ചെയ്ത് ഇവിടെ വരുമ്പോൾ അതിൽ കുറച്ച് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കും ശരിയാണോ തെറ്റാണോ എന്ന്. ശരിയാണെങ്കിൽ എന്ത് ചെയ്യും? ആ റിഡൻഡൻ്റ് ആയിട്ട് എററിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത സാധനം, എറർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത സാധനങ്ങൾ ഡിസ്കാർഡ് ചെയ്യും, ബാക്കി എടുത്തു കൊടുക്കും. കെ ബിറ്റിൻ്റെ കൂടെ 6 ബിറ്റ് ആഡ് ചെയ്ത് n ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തു. ഇവിടെ വന്നപ്പോൾ n ബിറ്റ് ഉണ്ടായി. n ബിറ്റിൽ നിന്ന് 6 ബിറ്റ് ഡിസ്കാർഡ് ചെയ്തിട്ട് കെ ബിറ്റ്സ് ആഡ് ചെയ്തു. ഇപ്പോൾ ഈ കേസിൽ ഇവരെ പറയുന്ന ഇതാണ് 011 എന്ന് പറയുന്ന ഒരു റിസീവർ 011 റിസീവ് ചെയ്ത എന്താണ്? ഇറ്റ് ഈസ് എ വാലിഡ് കോഡ്. ദ റിസീവ് എക്സ്ട്രാക്ട് ദ വേർഡ് 01 ഫ്രം ഇറ്റ്. ഇപ്പോൾ 011 റിസീവ് ചെയ്താൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ ആക്ച്വൽ കോഡ് എന്ന് പറയുന്നത് 01 ആണെന്നാണ്. അപ്പോൾ 1 ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് 01 ആഡ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഒരു സംശയം ഉണ്ടാകുമായിരിക്കും. ഇപ്പം 00 ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ എറർ വന്നു. 00 ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ ആക്ച്വലി കിട്ടേണ്ടിയിരുന്നത് 00 ആണ്. പക്ഷേ വലിയൊരു എറർ സംഭവിച്ച് 011 റിസീവ് ചെയ്തു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും സംഭവിക്കുക? ഒരു ഗസ് പറയാൻ പറ്റുമോ? എററായിട്ട് തന്നെ എററാണെന്ന് വിചാരിക്കില്ല, അതിന് പകരം 01 ആയിട്ട് എടുക്കും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. 00 ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം 011 ആണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ റിസീവർ വിചാരിക്കും അവൻ 01 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തതെന്ന് വിചാരിക്കും. കാരണം റിസീവർക്ക് അവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്തത് കിട്ടിയത് വാലിഡ് ആണെങ്കിൽ അവൻ പ്രതീക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു വാല്യൂ ആണെങ്കിൽ അവൻ ശരിയാണെന്ന് വിചാരിക്കും, അല്ലാതെ സംശയിക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. ഈ എറർ ഡിറ്റക്ഷൻ ടെക്നോളജിയുടെ ഒരു ഡ്രോബാക്കാണ് ഈ പറഞ്ഞ സാധനം കേട്ടോ. ഹാമിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ട്രാൻസ്മിറ്റ് ചെയ്ത ഡാറ്റയും റിസീവ് ചെയ്ത ഡാറ്റയും തമ്മിൽ എറർ എത്ര ബിറ്റിലുണ്ടെന്നുള്ളതാണ് ഹാമിംഗ് ഡിസ്റ്റൻസ്. അതായത് നമ്മളൊരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തു, നമുക്ക് റിസീവ് ചെയ്ത എൻഡിൽ അതിൽ നിന്ന് ചില ബിറ്റുകൾ മാറിയായിരിക്കും കിട്ടിയിരിക്കുന്നതെങ്കിൽ എത്ര ബിറ്റ് മാറി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ എണ്ണമാണ് ഹാമിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ ഹാമിംഗ് ഡിസ്റ്റൻസ് 0 ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഹാമിംഗ് ഡിസ്റ്റൻസ് 0 ആണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹാമിംഗ് ഡിസ്റ്റൻസ് 0 ആണെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബിറ്റ്സ്, തെറ്റി വന്ന നമ്പർ ഓഫ് ബിറ്റ്സിൻ്റെ എണ്ണം 0 ആണെന്നല്ലേ? തെറ്റി വന്ന നമ്പർ ഓഫ് ബിറ്റ്സിൻ്റെ എണ്ണം 0 ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരിയാണെന്നല്ലേ? ഡാറ്റ ശരിയായിട്ടാണ് കിട്ടിയതെന്നല്ലേ? ഹാമിംഗ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വേർഡ്സ് ഈസ് ദ നമ്പർ ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ കറസ്പോണ്ടിങ് ബിറ്റ്സ്. ഇതാണ് മലയാളത്തിൽ ഞാൻ തർജ്ജിമ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈ സെൻറ്റൻസ് ഒന്ന് ഇരുത്തി വായിച്ചോളുക, 2-3 തവണ വായിക്കുമ്പോൾ മനസ്സിലാവും. ബിറ്റ്വീൻ ടു വേർഡ്സ് ഈസ് ദ നമ്പർ ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ കറസ്പോണ്ടിങ് ബിറ്റ്സ്. ആ കറസ്പോണ്ടിങ് ബിറ്റുകളിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പറിനാണ് ഹാമിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. വി ഷോ ഹാമിംഗ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വേർഡ്സ് എക്സ് ഡി വൈ ഹാമിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, നമ്മൾ കോഡ് വേർഡ് അയച്ചത് 00 4 0 ആണ്, അല്ല 5 0 ആണെന്ന് വിചാരിക്കുക. റിസീവ് ചെയ്തത് 011 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഹാമിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ആണ്. ഈ 3 എന്തുകൊണ്ട് കിട്ടി? ഇവിടെ ഒരു 1 ഡിഫറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു 1 ഡിഫറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു 1 ഡിഫറൻ്റ് ആയിട്ട്, അതായത് 3 ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ 1 2 3 എന്നുള്ളതാണ് ഹാമിംഗ് ഡിസ്റ്റൻസ്. 3 ബിറ്റ്സ് ആർ ഇൻ എറർ ആൻഡ് ദ ഹാമിംഗ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് 3 എന്ന് പറയും. അപ്പോൾ ഹാമിംഗ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യം സെൻഡ് ചെയ്ത നമ്പർ ആദ്യം എഴുതും, റിസീവ് ചെയ്ത നമ്പർ രണ്ടാമത്തെ എഴുതും. അതിൽ എത്ര ബിറ്റിൻ്റെ പൊസിഷനിൽ ഡിഫറൻസ് ഉണ്ടെന്നുള്ളതാണ് ഹാമിംഗ് ഡിസ്റ്റൻസ് എന്നതുകൊണ്ട് വരുന്നത്.
അപ്പോൾ ഹാമിങ് ഡിസ്റ്റൻസ് ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ നിന്ന് ഒരു 0 അല്ലാത്ത ഏത് വാല്യൂ വന്നാലും അതിൻ്റെ അർത്ഥം തെറ്റാണെന്നാണ്, റിസീവ് ചെയ്ത ബിറ്റിൽ തെറ്റുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഹാമിങ് ഡിസ്റ്റൻസ് ആണ് എപ്പോഴും നോക്കേണ്ടത്. ഹാമിങ് ഡിസ്റ്റൻസ്, ഈ ഹാമിങ് ഡിസ്റ്റൻസ് കിട്ടാനൊരു മാർഗ്ഗമുണ്ട്. സെൻഡ് ചെയ്ത ഡാറ്റയും റിസീവ് ചെയ്ത ഡാറ്റയും തമ്മിൽ എക്സോർ ഓപ്പറേഷൻ നടത്തിയാൽ മതി. എക്സോർ ഓപ്പറേഷൻ്റെ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത്? രണ്ടും 1 ആണെങ്കിൽ എന്ത് കിട്ടും? എക്സോർ ഓപ്പറേഷൻ്റെ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ എക്സോർ ഓപ്പറേഷൻ്റെ റിസൾട്ട് എങ്ങനെയാണ്? രണ്ട് ഓപ്പറാൻഡും ഇൻപുട്ട് കൊടുക്കുന്ന രണ്ട് വാല്യൂ സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇൻപുട്ട് കൊടുക്കുന്ന രണ്ട് വാല്യൂ ഒരെണ്ണം 1 ഒരെണ്ണം 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ എക്സോർ ഓപ്പറേഷൻ നടത്തിയാൽ പോരെ? ഇതും തമ്മിൽ എക്സോർ ഓപ്പറേഷൻ നടത്തി നോക്ക്. ഈ 0യും തമ്മിൽ എക്സോർ നടത്തി, റിസൾട്ട് എത്രയാണ്? 0യും തമ്മിൽ എക്സോർ നടത്തിയ റിസൾട്ട് എത്രയാണ്? 0 ആണ്. 0യും 1ഉം തമ്മിൽ എക്സോർ നടത്തിയ റിസൾട്ട് എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 ആയി. കൗണ്ട് ചെയ്തോളുക. 1 കിട്ടുന്നതിൻ്റെ കൗണ്ട് എടുക്കണം. അടുത്ത മൂന്നാമത്തെ പൊസിഷനിൽ ഇവിടെ 0 ആണ്, മൂന്നാമത്തെ പൊസിഷനിൽ ഇവിടെ 1 ആണ്. അപ്പോൾ 0യും 1ഉം തമ്മിൽ എക്സോർ നടത്തിയ റിസൾട്ട് 1 ആണ്. അപ്പോൾ 1ൻ്റെ കൗണ്ട് 2 ആയി. ഈ 0യും നാലാമത്തെ പൊസിഷനിൽ രണ്ട് സ്ഥലത്തും 0 ആണ്. അപ്പോൾ എക്സോർ നടത്തിയാൽ 0 തന്നെ കിട്ടും. അഞ്ചാമത്തെ പൊസിഷനിൽ ഇവിടെ 0യും ഇവിടെ 1ഉം ആണ്. അപ്പോൾ എക്സോർ നടത്തിയാൽ 1 കിട്ടും. അപ്പോൾ എക്സോറിൻ്റെ റിസൾട്ട് 1 വന്ന കൗണ്ട് എത്രയായി? 3 ആയി. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഹാമിങ് ഡിസ്റ്റൻസ് ക്യാൻ ബി ഈസിലി ഫൗണ്ട് ഇഫ് യു അപ്ലൈ എക്സോർ ഓപ്പറേഷൻ. എക്സോർ ഓപ്പറേഷൻ എപ്പോഴും ഓർത്തിരിക്കുക, ബിറ്റ് വൈസ് ആണ്. ഓരോ ബിറ്റ്, ഈ ഫസ്റ്റ് ബിറ്റിനെ ഈ ഫസ്റ്റ് ബിറ്റ് കൊണ്ട് എക്സോർ ചെയ്യുക, രണ്ടാമത്തെ ബിറ്റിനെ രണ്ടാമത്തേത് കൊണ്ട് എക്സോർ ചെയ്യുക. ആൻഡ് കൗണ്ട് ദ നമ്പർ ഓഫ് വൺസ് ഇൻ ദ റിസൾട്ട്. 1 കൗണ്ട് ചെയ്യുക. അതാണ് ഹാമിങ് ഡിസ്റ്റൻസ്. ഹാമിങ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വേർഡ്സ് ഇസ് ദ നമ്പർ ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ കറസ്പോണ്ടിങ് ബിറ്റ്സ്.